വാട്ട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പം എൻ്റെ 2 ദിവസത്തെ ഒരു കുഞ്ഞു വ്ളോഗുമായിട്ടോ വന്നിട്ടുള്ളത്. എല്ലാം കുറച്ച് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ വർഷത്തെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള 2 ഡേ ആയിരുന്നു കേട്ടോ ഈ 2 ഡേയ്സ്. അതിൽ കുഞ്ഞു വ്ളോഗ്സ് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ. കുടുങ്ങി തുഴഞ്ഞു പോണല്ലോ. പിന്നെ എങ്ങനെ തുഴഞ്ഞു പോണം. Girl, you're my chamacachalo. Where you go, girl, I'm gonna follow. What you want, girl, just let me know. You could be my chamacachalo. നൈറ്റിൽ ഈ ആർച്ച് പോലത്തെ സ്ഥലത്ത് ലൈറ്റൊക്കെ സെറ്റാക്കിയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ രാത്രിത്തെ ഫുഡ് ഉണ്ടായിരുന്നു. നല്ല അടിപൊളി പൊറാട്ടയും ചിക്കൻ കറി ആയിരുന്നു കേട്ടോ. വേണ്ടവർക്ക് ഗീ റൈസും എടുക്കാമായിരുന്നു. അങ്ങനെ നമ്മുടെ റൂമിൽ എത്തിയിട്ടുണ്ട്. ഞാൻ അത് മോർണിംഗ് എടുക്കുന്ന വീഡിയോ കേട്ടോ. റൂമിൽ രാവിലത്തെ ഒരു വ്യൂ കാര്യങ്ങളൊക്കെ എല്ലാവരും ഫ്രഷ് ആവാനും കാര്യത്തിനും പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് സ്റ്റേ ഉണ്ടായിരുന്നത് ഈ ഒരു ഹട്ടിലായിരുന്നു കേട്ടോ. ഇതായിരുന്നു ഞങ്ങളുടെ റൂം. ഞങ്ങൾ 4 പേരായിരുന്നു കേട്ടോ ഈ റൂമിൽ. നല്ല അടിപൊളിയായിരുന്നു. നല്ല മെമ്മറബിൾ ഡേയ്സ് ആയിരുന്നു കേട്ടോ.
അടിപൊളിയായിരുന്നു. എന്താ പറയേണ്ടതെന്നൊന്നും അറിയില്ല. അത്രയും ഈ ഒരു വർഷത്തിലെ ഏറ്റവും ഒരു അടിപൊളി 2 ദിവസമായിരുന്നു കേട്ടോ അന്ന്. ഈ ഒരു ഹട്ടിൽ ഏകദേശം 4 റൂമാട്ടോ വരുന്നത്. 4 റൂമിലും നല്ല വൈബ്, നമ്മളെ സെയിം വൈബിനുള്ള ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഒരു കിച്ചൺ വരുന്നുണ്ട്, സ്റ്റൗവും ഫ്രിഡ്ജും കാര്യങ്ങളും വാഷ് ബേസും സിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് അതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് നമ്മുടെ വാഷ് ബേസ് ഉണ്ടായിരുന്നു, മിറർ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബാത്റൂമും കാര്യങ്ങളും അതിൻ്റെ അടുത്തുണ്ട് കേട്ടോ. പിന്നെ രാവിലെ മോർണിംഗ് ആയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു നൂൽപുട്ട് ഉണ്ടായിരുന്നു, വെള്ളപ്പം ഉണ്ടായിരുന്നു, കടലക്കറി ഉണ്ടായിരുന്നു, പിന്നെ എന്തൊരു മസാലക്കറി ഉണ്ടായിരുന്നു, എഗ്ഗ് ഉണ്ടായിരുന്നു, ചായയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ നൂൽപുട്ടും കടലക്കറി ആയിട്ടോ നല്ല രീതിയിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു. മറ്റേത് എനിക്ക് ആ ഒരു വെള്ളപ്പത്തിൻ്റെ ആ ഒരു ഫ്ലേവർ അങ്ങനെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് ചെറിയൊരു പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കുറച്ച് പേരും കൂടെ നിന്നു കേട്ടോ. സെക്രട്ടേറിയറ്റിൽ വെച്ചിട്ടായിരുന്നു അവിടെ പരിപാടി ഉണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോയി. നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടു കേട്ടോ. ഒരുപാട് യാത്ര, ഏകദേശം 2.5 മണിക്കൂറിൻ്റെ യാത്രയുണ്ട് വീട്ടിലേക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ഇടുക. നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ കാണാം. അതിലേക്കും ബൈ.